തലസ്ഥാനത്ത് ഭരണസിരാ കേന്ദ്രത്തിന്റെ മൂക്കിൻ തുമ്പിൽ നടക്കുന്ന 2 സമരങ്ങൾ ഇതിനകം വലിയ ചർച്ചയായി. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നാളെ അവസാനിക്കാനിരിക്കെ കടുത്ത നിരാശയിലാണ് വനിതാ CPO ഉദ്യോഗാർത്ഥികൾ. ഇവരിൽ സമരരംഗത്തുള്ള 3 പേർ ഉൾപ്പെടെ 45 പേർക്ക് കൂടി നിയമന ശുപാർശ നൽകി. തൊട്ടടുത്ത് ആശാ വർക്കേഴ്സിന്റെ സമരവുമുണ്ട്. പ്രേക്ഷകർക്കറിയാം, രാപ്പകൽ സമരം തുടങ്ങിയിട്ട് 67 ദിവസമായിട്ടും ആവശ്യങ്ങളിൽ ഒന്നുപോലും സർക്കാർ അംഗീകരിച്ചിട്ടില്ല. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന 3 പേരുൾപ്പെടെ 45 പേർക്കാണ് അഡ്വൈസ് മെമ്മോ ലഭിച്ചത്. പുതിയതായി രൂപീകരിച്ച പോക്സോ വിങ്ങിലും പോലീസ് അക്കാദമിയിലും വന്ന ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം നിയമന ശുപാർശ കിട്ടാത്തവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുകയാണ്. പ്രതീകാത്മക ബാലറ്റ് പെട്ടിയിൽ അർഹതപ്പെട്ടവർക്ക് വോട്ട് ചെയ്തും തൂക്കുകയറിന് മുന്നിൽ കോലം പ്രതിഷ്ഠിച്ചുമായിരുന്നു ഇന്നത്തെ പ്രതിഷേധം. ഞങ്ങളെ കൂട്ടത്തിലാകെ 3 പേർക്ക് മാത്രമേ അഡ്വൈസ് മെമ്മോ ലഭിച്ചിട്ടുള്ളൂ. സമരം ചെയ്തവരിൽ 3 പേർ മാത്രമേ ഉള്ളൂ. ഗവൺമെൻറ് അനുകൂലമായ ഒരു നടപടി എടുക്കുമായിരിക്കും. കാരണം അവർക്ക് സത്യമൊക്കെ അറിയാമല്ലോ. നമ്മളുടെ വേദന അവർ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു ക്യാബിനറ്റിൽ തീരുന്നതല്ലല്ലോ ഈ ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും. കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തലയും VM സുധീരനും സമരം ചെയ്യുന്നവരെ വീണ്ടും സന്ദർശിക്കാനെത്തി. സർക്കാരിന് സമരങ്ങളോട് പുച്ഛമാണ്. സമരം ചെയ്യുന്നവരോട് അവർക്ക് അസഹിഷ്ണുതയാണ്. അതാണ് ഈ സമരങ്ങളെല്ലാം നടക്കുന്നത്. മുതലപ്പുഴയിലെ സമരമാണെങ്കിലും ആശാ വർക്കർമാരുടെ സമരമാണെങ്കിലും വനിതാ കോൺസ്റ്റബിൾമാരുടെ റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവരുടെ സമരമാണെങ്കിലും എല്ലാം പരിഹരിക്കാൻ ഒരു ജനാധിപത്യ ഗവൺമെൻറ് ഉത്തരവാദിത്തമില്ലേ? ആ ഉത്തരവാദിത്തം നിറവേറ്റാതെ സർക്കാർ സമരം ചെയ്യുന്നവരെ അപമാനിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 17 ദിവസമായി മഴയും വെയിലും കൊണ്ട് പല സമരമുറകളുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധത്തിലാണ് വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സ്. 967 പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇതുവരെ നിയമനം കിട്ടിയത് 337 പേർക്ക് മാത്രമാണ്. ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇവരുടെ പ്രതീക്ഷ ഏറെക്കുറെ അവസാനിച്ചു കഴിഞ്ഞു. രാപ്പകൽ സമരം 68 ദിവസം പിന്നിട്ടിട്ടും ആശമാരുടെ ഒരാവശ്യവും ഇതുവരെ നടപ്പിലായിട്ടില്ല. NHM ഡയറക്ടറുമായി 3 തവണയും ആരോഗ്യമന്ത്രിയുമായി 2 തവണയും ചർച്ച നടത്തി. ഒടുവിൽ തൊഴിൽ മന്ത്രി V ശിവൻകുട്ടിയുമായും ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. നിരാഹാര സമരമടക്കം പല സമരമുറകൾ കണ്ടു. രാഷ്ട്രീയ പിന്തുണയുമായി നേതാക്കൾ പലത് വന്നുപോയി. പരിഹാരം അകലെ നിൽക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ജയകുമാർ, 24.